അതുചേട്ടാ, ഇവിടെ കൂടുതൽ ടാക്സ് കൊടുക്കുന്നതിനെ കുറിച്ച് പലരും വറീഡായിട്ട് സംസാരിക്കാറുണ്ട്. യുകെയിൽ ടാക്സ് കൂടുതലാണ്, അതുകൊണ്ട് യുകെയിൽ ജോലി ചെയ്തുകൊണ്ട് വലിയ പ്രയോജനമില്ല. ആ ഒരു രീതിയിലാണ് പലരും സംസാരിക്കാറുള്ളത്. എന്റെ 2 കണ്ണ് പോയാലും വേണ്ടിയല്ല, നിന്റെ 1 കണ്ണ് പോയിക്കോട്ടെ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലിരിക്കുന്നതുകൊണ്ടാണ്. അതായത് ഞാൻ ടാക്സ് കൊടുക്കുന്നതിന്റെ ആവശ്യം വരുന്നതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നില്ല. ഞാൻ ജോലിയൊക്കെ മിനിമം ചെയ്യുന്നു. എനിക്ക് കിട്ടേണ്ട പൈസ ടാക്സുകാരങ്ങനെ കൊണ്ടുപോകണ്ട. അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസർ നാട്ടിൽ അങ്ങനെ ചോദ്യത്തിനുള്ള ആൻസർ ഇല്ലായിരുന്നു. കാരണം എന്താ, നമ്മുടെ രാജ്യത്ത് ജീവിച്ചപ്പോൾ എത്ര പേര് ടാക്സ് കൊടുത്തിട്ടുണ്ട്? ഇപ്പൊ ഇവിടെ വന്നിട്ട് ടാക്സ് കൊടുക്കുന്ന ആളുകൾ എത്ര പേര് കൊടുത്തിട്ടുണ്ട്? ആ ടാക്സ് കൊടുക്കാതെ ജീവിച്ച് ശീലിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ കുറച്ച് കൂടുതൽ ജോലി ചെയ്താൽ അതിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള ടാക്സ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 1 ലക്ഷം പൗണ്ട് സാലറി കിട്ടുന്ന ആളുകളില്ലേ, ഒരു ആനുവൽ ഗ്രോസ് ഇൻകം, അവരൊക്കെ എന്ത് ചെയ്യണം? ഈ രാജ്യത്ത് അവരും വന്ന് ജീവിക്കുന്നില്ലേ? 50,000 മുതൽ 1 ലക്ഷം മുതൽ 1.5 ലക്ഷം പൗണ്ട് വരെ സാലറി ആനുവൽ ഇൻകം മേടിക്കുന്ന ആളെ എനിക്കറിയാം. കാരണം ഞാൻ ഇവരെയൊക്കെ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അവരുടെ സാലറി എത്രയാണ്? അപ്പൊ ഇവരുടെയൊക്കെ സാലറി എത്ര ഹൈ ആണ്? അവർ ഒറ്റയാളുടെ സാലറിയുടെ ഇൻകം വെച്ചിട്ടാണ് അവർ വീടെടുക്കുന്നത് പോലും. കാരണം എന്താ, ഒരു ആവറേജ് ഇൻകത്തെക്കാളൊക്കെ ഡബിളാണ്. അപ്പൊ അവരിത്ര ടാക്സ് കൊടുക്കണം എന്ന് അവർ തീരുമാനിക്കുക. എന്നാൽ എനിക്ക് ഇത്രയും സാലറി കിട്ടുമ്പോൾ ഞാൻ ഇത്രയും ടാക്സ് കൊടുക്കണം, അതുകൊണ്ട് ഞാൻ ഇത്രയും ജോലി ചെയ്യുന്നില്ല, പാർട്ട് ടൈം ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ പറ്റുമോ? അപ്പൊ അതിനകത്ത് എന്താ അർത്ഥമുള്ളത്? നമുക്ക് കിട്ടുന്ന സാലറിയുടെ ആനുപാതികമായിട്ട് നമ്മൾ ടാക്സ് കൊടുക്കണം. അത് ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും ഉന്നമനത്തിനും നമ്മുടെ നമ്മളിവിടെ ജീവിക്കുന്നത് നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ? നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് എത്ര വൃത്തിയിലും മെനയിൽ റോഡ് കിടക്കുന്നു. റോഡിൽ എവിടെയെങ്കിലും ഇവിടെ കുണ്ടോ കുഴിയോ ഉണ്ടോ? നമ്മൾ വണ്ടിക്ക് ടാക്സ് കൊടുക്കുന്നില്ലേ? നാട്ടിൽ എങ്ങനെ ടാക്സ് വെട്ടിക്കാം? എങ്ങനെ ഗവൺമെന്റിന് 10 പൈസ കൊടുക്കാതിരിക്കാം? ആ രീതിയിൽ കൂടെ ശീലിച്ചു വന്നതുകൊണ്ടാണത്. ഞാൻ പറയുന്നത് അതൊക്കെ മാറണമെന്നേ. നമ്മളൊക്കെ ഒരു രാജ്യത്ത് പോയി ജീവിക്കുമ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡിന് മാറ്റങ്ങൾ വരട്ടുന്നേ. നമ്മൾ കുറച്ച് പണം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ ലണ്ടനിലാണ്, ഞാൻ ഓസ്ട്രേലിയയിലാണ്, ഞാൻ അമേരിക്കയിലാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. നമ്മളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് മാറണ്ടേ? ഈ ആറ്റിറ്റ്യൂഡ് മാറുന്നതിന്റെ ഒരു ഭാഗം കൂടെ ഇതൊക്കെ. ഇത് നമ്മൾ ശീലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യം നന്നാകാത്തത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. നമ്മളുടെ രാജ്യത്തിലെ കോടാനുകോടി ജനങ്ങളുടെ ടാക്സ് കൊടുക്കുന്നവരായി തീർന്നിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം എവിടെ എത്തുമായിരുന്നു? കൊടുക്കാൻ തയ്യാറാകുന്നവരെ പോലും കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും ബുദ്ധി പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ തന്നെയാണ് അതിനകത്തുള്ള കാരണങ്ങൾ. എന്തായാലും ഇവിടെ വന്നിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ ടാക്സ് കൊടുക്കുക. ആ ടാക്സ് കൊടുക്കണം. അവരുടെ സാലറിക്ക് ആനുപാതികമായിട്ടുള്ള സാലറി. ഇനി നമ്മളുടെ ടാക്സ് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ HMRC അത് തിരിച്ച് അറിഞ്ഞാൽ നമുക്ക് OBE നമുക്ക് തിരിച്ചു തരും. ഇത്ര പേർക്ക് ലെറ്റർ വന്നിട്ടുണ്ടെന്ന് എനിക്ക് വന്നിട്ടുണ്ട് ലെറ്റർ, നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ കൂടുതൽ ടാക്സ് മേടിച്ചു. ഇനി എനിക്ക് വേറെ ലെറ്റർ വന്നിട്ടുണ്ട് ഒരിക്കൽ. എന്താണെന്നറിയോ? നിങ്ങൾ ഞങ്ങൾക്ക് ഇത്ര എമൗണ്ട് തരാനുണ്ട്, OBE ചെയ്തിരിക്കുന്നു. കാരണം ടാക്സ് കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് പറ്റി, അപ്പോളജൈസ് ചെയ്യുന്നു, അതുകൊണ്ട് ഇത്ര എമൗണ്ട് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നി, നിങ്ങൾക്ക് കൂടുതൽ ടാക്സ് എടുക്കുന്നുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് HMRC നിങ്ങൾക്ക് വിളിച്ച് അവരോട് പറഞ്ഞാൽ അവർ രണ്ടാമത് റീകാൽക്കുലേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരേണ്ടതാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും. നമ്മുടെ ഒരു പൈസ അവരെടുക്കില്ല കൂടുതൽ. ഫോർ എക്സാമ്പിൾ ഞാനെന്ന് പറയട്ടെ, ഇവിടെ NI നാഷണൽ ഇൻഷുറൻസ് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. പേഴ്സണൽ ഇൻഷുറൻസ് തന്നെയാണോ നാഷണൽ ഇൻഷുറൻസ് എന്ന് പോലും തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്നെ വിളിക്കുന്ന ആളുകൾ ഇൻഷുറൻസിന്റെ കാര്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ അറിയുന്നത് അവർക്ക് നാഷണൽ ഇൻഷുറൻസ് NI ആണെന്നുള്ളത്. അത് വാസ്തവത്തിൽ എന്താണ്? നാഷണൽ ഇൻഷുറൻസ് നമ്മുടെ അടുത്ത് പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിൽ തന്നെ കൂടുതൽ നാഷണൽ ഇൻഷുറൻസ് പിടിക്കുന്നു. അതെന്തിനാ? ഇവരെന്തിനായി നാഷണൽ ഇൻഷുറൻസ് ഞങ്ങളുടെ അടുത്ത് പിടിക്കുന്നതെന്ന് പോലും ചോദിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു നാഷണൽ ഇൻഷുറൻസ് പിടിക്കുന്നതിന്റെ പേരിൽ നമ്മളിവിടെ എത്ര പേര് മെറ്റേണിറ്റി ആയിട്ട് ലീവ് എടുത്ത് 1 വർഷത്തോളം ലീവിലിരിക്കുന്നുണ്ട്. അവർക്ക് ഇത്ര മാസം, ആദ്യത്തെ ഇത്ര മാസം ഫുൾ പേയ്മെന്റ് ആണ്, അത് കഴിഞ്ഞ് ഇത്ര മാസം, അങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പേയ്മെന്റ് കുറഞ്ഞു വരുന്നു. ഇത് കംപ്ലീറ്റ് ഫ്രീ ആണ്. ട്രീറ്റ്മെന്റുകൾ കംപ്ലീറ്റ് ഫ്രീ അല്ലേ? ഈ ട്രീറ്റ്മെന്റുകൾ കംപ്ലീറ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് എത്ര മേജർ ഓപ്പറേഷൻ ആയിക്കോട്ടെ, എത്ര വലിയ ട്രീറ്റ്മെന്റുകളായിക്കോട്ടെ, ഇതിനെല്ലാം നമ്മുടെ അടുത്ത് എന്തെങ്കിലും പൈസ എടുക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മുടെ അടുത്ത് കാശ് എടുക്കുന്നുണ്ടോ? ഒരു ടെസ്റ്റിന് തന്നെ, ഒരു സ്കാൻ ചെയ്യുന്നതിന് പോലും ഒരു പ്രൈവറ്റിലാണെങ്കിൽ, ഈവൻ നമ്മുടെ നാട്ടിൽ പോലും എത്ര പൈസ, 1000 പൗണ്ട് രൂപ കൊടുക്കണ്ടേ? ആ സ്ഥാനത്ത് ഇവിടെ ഏതെങ്കിലും ഒരു ടെസ്റ്റിന് നമ്മുടെ അടുത്ത് കാശ് മേടിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ മുഴുവൻ സംഭവങ്ങളും മെഡിക്കലി നമുക്ക് ഫ്രീ ആണ്. അപ്പം അത് കുട്ടികളായിക്കോട്ടെ, നമ്മൾ പേരൻസ് ആയിക്കോട്ടെ, നമുക്കെല്ലാം ഫ്രീ അല്ലേ? അപ്പൊ ഈ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി കാശ് നമ്മൾക്ക് തന്നെ ഗവൺമെന്റ് ചെലവ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയില് നമ്മൾ ഇൻഷുറൻസ് എടുത്ത് പേ ചെയ്യണം, നമ്മൾ അങ്ങോട്ട് പേ ചെയ്യണം, അല്ലാതെ അവിടെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഓരോ രാജ്യത്തും ഇല്ല. അമേരിക്കയില് നമ്മൾ അങ്ങോട്ട് പേ ചെയ്യണ്ടേ? ഇവിടെ 10 പൈസ പേ ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണ്? നമ്മളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന സാലറിയുടെ ആനുപാതികമായ
എമൗണ്ട് NI ആയിട്ട് അവർ പിടിക്കുന്നു. അതിന്റെ അർത്ഥം ഒരു ഇൻഷുറൻസ് ആയിട്ട് നമ്മൾ പേ ചെയ്യുന്നില്ല. ഇത് ഗവൺമെന്റ് തന്നെ സാലറിക്കകത്തുനിന്ന് കട്ട് ചെയ്യുകയാണ്, നമ്മുടെ സാലറിക്കകത്തുനിന്ന്. എന്നിട്ടാണ് നമുക്ക് നെറ്റ് ഇൻകം നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും നമുക്ക് നല്ലതാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു പ്രൈവറ്റ് ട്രീറ്റ്മെന്റിന് പോയാൽ പൈസ എത്രയാണ്? നമ്മൾ ഒരാളുടെ സാലറി ഒരൊറ്റ പ്രൈവറ്റ് ട്രീറ്റ്മെന്റിന് ഒരു ടെസ്റ്റിന് പോയാൽ തന്നെ 300-400 പൗണ്ട് മേടിക്കുന്നുണ്ട്. ഒരൊറ്റ ചെക്കപ്പിന് പോയി കഴിഞ്ഞാൽ, കൺസൾട്ടേഷന് മാത്രം. സാധിക്കുമോ നമ്മളെ കൊണ്ട് ഇവിടെ? കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഒരു കടലാസ് തുണ്ടോ ഒരു പെൻസിലോ പേനയോ നമ്മൾ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ടോ? പ്രൈമറി അവരുടെ എഡ്യൂക്കേഷന് അവർ കോളേജിൽ എത്തുന്നവരെ ഫ്രീ അല്ലേ എഡ്യൂക്കേഷൻ? അത് മാത്രമല്ല, ഇവിടെ PR കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെനിഫിറ്റ് കിട്ടുന്നില്ലേ? ഈ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കുട്ടിക്ക് ഒരാഴ്ച കിട്ടുന്ന ബെനിഫിറ്റ്, അങ്ങനെ 2 കുട്ടികളുണ്ടെങ്കിൽ എത്ര എമൗണ്ട് കിട്ടുന്നുണ്ട്? അവരുടെ പോക്കറ്റ് മണി കിട്ടുന്നില്ലേ? എല്ലാ ട്രീറ്റ്മെന്റുകളും ഫ്രീ അല്ലേ? ഇത് നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാക്കേണ്ടത്. NI പിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ബെനിഫിറ്റ് നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബെനിഫിറ്റ് കുട്ടികൾക്ക് കിട്ടുന്നില്ല PR കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതെല്ലാം നമുക്ക് ഗവൺമെന്റ് ഇങ്ങോട്ട് തിരിച്ചു തരുന്നുണ്ടല്ലോ. നമുക്ക് NHS-ലല്ലല്ലോ എല്ലാവരും ജോലി ചെയ്യുന്നത്. NHS-ൽ ജോലി ചെയ്യുന്നവർക്ക് പോലും NHS-ന്റെ പെൻഷന്റെ കൂടെ സ്റ്റേറ്റ് പെൻഷനും ഉണ്ടല്ലോ അവര് റിട്ടയർ ആവുമ്പോൾ. അപ്പൊ അതും ഇതിനകത്ത് ഒരു അംശം അങ്ങോട്ടും പോകുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. കുറെ ആളുകളുടെ സംശയമാണ്, എന്തിനാണ് ഞാൻ പെൻഷൻ ഇതിൽ ചേരുന്നത്, എന്തിനാണ് ഞാൻ അത് ക്യാൻസൽ ചെയ്യുവാണ്, ഞാൻ ഓപ്റ്റ് ഔട്ട് ചെയ്യുവാണ് എന്നിട്ട് എന്തോരം ആളുകൾ വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പെൻഷൻ ഓപ്റ്റ് ഔട്ട് ചെയ്യരുത്. കാരണം എന്താ പറയുക, നമ്മൾ ഇവിടെ എല്ലാവരും പറയുന്നതാണ്, ആദ്യകാലത്ത് വന്നവരെല്ലാം പറഞ്ഞൊരു വാക്കാണ്, ആര് നിൽക്കാൻ പോകുന്നു ഇവിടെ? ഈ 10-15 വയസ്സ് ആരെങ്കിലും നിൽക്കുവോ, അല്ലെങ്കിൽ 10-15 വയസ്സ് ആരെങ്കിലും ജീവിച്ചിരിക്കുവോ എന്നൊക്കെ ചോദിച്ചൊരു തലമുറയാണ് ഞങ്ങളുടേത്. ഇവിടെ ഇരിപ്പുണ്ടല്ലോ എല്ലാവരും, അല്ലേ? അപ്പൊ ആ ആളുകൾ എത്ര പേരിപ്പം അന്ന് ചേരാതിരുന്ന ആളുകൾ ഇന്ന് പെൻഷൻ ഉണ്ടോ അവർക്ക്? NHS-ന്റെ പെൻഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കര ഹൈ പെൻഷനാണെന്ന് ആലോചിക്കുക. 10 വർഷം ഒരാള് പെൻഷൻ അടച്ചു കഴിഞ്ഞാൽ ആ 10 വർഷമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു എമൗണ്ട് അവർക്ക് കിട്ടും. നല്ലൊരു എമൗണ്ട് അവർക്ക് ലംസമായിട്ട് എപ്പോഴാണോ ആ റിട്ടയർമെന്റ് ടൈം ആ സമയത്ത് അവർക്ക് കിട്ടും. അതിന് പുറമെ പെൻഷനും കിട്ടും. ഫുൾ പെൻഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 30 years ആണ്. ആവറേജ് ഏജ് ഉള്ള ഒരാള് ജോലിയിൽ കയറി കഴിഞ്ഞാൽ 30 years വർക്ക് ചെയ്യാവുന്നതാണ്. ആ 30 yearsന്റെ പെൻഷൻ എന്ന് പറയുന്ന എമൗണ്ട് എത്ര വരും ആലോചിക്കുക, ലംസമായിട്ട് എത്ര കിട്ടുമെന്ന് ആലോചിക്കുക. അതിന് പുറമെയാണ് അവർക്ക് ഈ പറഞ്ഞ മരണം വരെ അവർക്ക് പെൻഷൻ കിട്ടുന്നില്ലേ. ഇവിടെ വന്നവരാരും തിരിച്ചു പോവുകയില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട കേട്ടോ. ഇനി പോവുകയാണെങ്കിൽ പോയിക്കോ, 10 വർഷം ഇവിടെ ജോലി ചെയ്തിട്ട് തിരിച്ചു പോകുന്നവരാണെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് കഴിഞ്ഞാലും ആ 65 വയസ്സാകുമ്പോൾ അവർക്ക് ആ പൈസ ഈ രാജ്യത്ത് ഒരു അക്കൗണ്ട് ഉള്ളിടത്തോളം കാലം അവർക്ക് ആ പൈസ കിട്ടുമല്ലോ, അവർക്ക് വിഡ്രോ ചെയ്യാമല്ലോ. 10 വർഷം ഇവിടെ ജീവിച്ച ആൾ എന്തായിരുന്നാലും ഇവിടെ PR-ഓ സിറ്റിസൺഷിപ്പോ ഒക്കെ ഉള്ള ആളല്ലേ, ഉറപ്പാണല്ലോ. അങ്ങനെയുള്ള ആൾക്ക് ലോകത്തിന്റെ ഏതറ്റത്ത് പോയാലും കിട്ടില്ലേ. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ ആ പെൻഷൻ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നത്? തൽക്കാലം കിട്ടുന്ന ഒരു പൈസ നമ്മൾ മേടിച്ചത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു, ആ പൈസ തീർന്നില്ലേ. അപ്പൊ അത് നമ്മൾ കളയാൻ പാടുണ്ടോ? ഇതൊക്കെ നമ്മളുടെ ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇതൊക്കെ ആദ്യകാലത്ത് ഇവിടെ വന്നപ്പോൾ ഇതൊന്നും പറഞ്ഞു കൊടുക്കാനോ പറഞ്ഞു തരാൻ ആരുമില്ലാഞ്ഞുകൊണ്ട് ഒത്തിരി പേര് അതൊക്കെ ചെയ്യാതിരുന്നു. അവസാനം എന്ത് പറ്റി? അവർക്കുണ്ടോ ഇപ്പൊ പെൻഷൻ ഇല്ലാത്ത ആളുകളുണ്ട്, അവർക്കൊക്കെ വയസ്സായില്ലേ. ഈ രാജ്യത്തുള്ള ഏതൊരു പൗരനും ജോലി ഇല്ലാത്തവനായാലും ഉള്ളവനായാലും എല്ലാവർക്കും സ്റ്റേറ്റ് പെൻഷൻ ഉള്ളത് എന്തുകൊണ്ടാണ്? ഇതുപോലെ നമ്മളെപ്പോലുള്ളവരൊക്കെ എല്ലാവരും ജോലി ചെയ്യുന്നതുകൊണ്ട് ജോലി ചെയ്യാത്തവരെയും കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൂടെ നോക്കണം, അതൊരു ചാരിറ്റിയും കൂടിയാ. നമുക്കും കിട്ടുന്നതോടൊപ്പം ജോലി ഇല്ലാത്തവർക്കും കൊടുക്കുന്നുണ്ട്. അതേപോലെ കൗൺസിൽ ടാക്സിനെ കുറിച്ചും പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് കൗൺസിൽ ടാക്സ് പിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അത് നമ്മുടെ നാടിനെ പോലെ ഈ നാടും കൂടെ ആയിത്തീരണമെന്നാണ് ആഗ്രഹം. പുഴുത്ത് നാറി ചീഞ്ഞളിഞ്ഞ് മൊത്തം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ, കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയിൽ ചീഞ്ഞളിഞ്ഞ് കിടക്കണമെന്നാണോ ആഗ്രഹം? ഇവിടെ ഏതെങ്കിലും ഒരു വീടിന്റെ മുറ്റത്ത് വല്ലതും കിടപ്പുണ്ടോ? കടലാസ് കിടപ്പുണ്ടോ? പ്ലാസ്റ്റിക് കിടപ്പുണ്ടോ? ചീഞ്ഞളിഞ്ഞ ഭക്ഷണപ്പൊതികൾ കിടപ്പുണ്ടോ? ആരെങ്കിലും വലിച്ചെറിയുന്നുണ്ടോ? മൂത്രം ഒഴിക്കുന്നുണ്ടോ? ഇവിടെ മലമൂത്ര വിസർജനം നടത്തുന്നുണ്ടോ പുറത്ത്? ഇതിന് കൃത്യമായിട്ട് ബിന്ന് കൊണ്ട് വെക്കുന്നില്ലേ വീട്ടില്? ആ ബിന്ന് കൃത്യമായിട്ട് ആഴ്ചയിൽ വന്ന് എടുത്തോണ്ട് പോകുന്നില്ലേ? അത് ഡിസ്പോസ് ചെയ്യാനുള്ള സിസ്റ്റം ഇല്ലേ? അത് ഡിസ്പോസ് ചെയ്യുന്നതിന്റെ സിസ്റ്റത്തിനകത്തുനിന്ന് പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻകം കിട്ടുന്നില്ലേ ഈ രാജ്യത്തിന്? ആ കൊണ്ടുപോകുന്ന സാധനം മുഴുവനും കൃത്യമായ രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന ഇൻകം എത്രയാണെന്ന് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? മില്യൺസ് ആണ്, മില്യൺസ്. അതാണ് വളമായിട്ടും വളച്ചാക്കുകളായിട്ടും നമ്മുടെ ഫാമുകളിലേക്ക് തിരിച്ചു വീണ്ടും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നത്. നിങ്ങൾക്കറിയാവോ അത്? നമ്മളിവിടെ ഫാം ഹൗസിൽ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ നഴ്സറികളിൽ പോയിട്ട് നമ്മൾ മേടിച്ചു കൊണ്ടുവരുന്ന വളച്ചാക്കുകൾ കൊണ്ടുവന്ന് 5 പൗണ്ടും 10 പൗണ്ടും കൊടുത്ത് മേടിച്ചു കൊണ്ടുവരുന്ന വളച്ചാക്കുകൾ നമ്മുടെ വീട്ടിൽ നിന്നും എടുത്ത് എറിഞ്ഞു കളഞ്ഞ, അതായത് ബിന്നിലിട്ട് വെക്കുന്ന സാധനങ്ങളാണ് തിരിച്ച് ആ സാധനമായിട്ട് പ്രോസസ്സ് ചെയ്ത് തിരിച്ചു വരുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് ഇത് വല്ലതും ഉണ്ടോ? ഇങ്ങനെ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മുടെ നാട്, ഈ ജീവിക്കുന്ന സ്ഥലം, എൻവയോൺമെന്റ്, ഈ പരിസര പ്രദേശങ്ങളെല്ലാം വൃത്തിയിലും മെനയിലും സൂക്ഷിച്ച് അപ്പൊ കൗൺസിൽ ടാക്സ് കൊടുക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ? പോലീസിംഗിൽ എത്രമാത്രം ഹെൽപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് സമൂഹത്തില്? നെയ്ബർഹുഡ് പോലീസ് വാച്ച് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടത്. പോലീസ് ഇങ്ങനെ കണ്ടിട്ടില്ലേ, ചുമ്മാ ഇങ്ങനെ വഴിയെ കൂടെ നടക്കുന്ന, അവര് വെറുതെ നടക്കുന്നൊന്നുമല്ല. നെയ്ബർഹുഡ് വാച്ച് എന്നാണ് പറയുന്നത്, പോലീസ് വാച്ചിങ്.
ഏതെങ്കിലും ജനൽ സന്ധ്യാസമയത്ത് അടയ്ക്കാതെ കിടന്നിട്ടുണ്ടെങ്കിൽ അവർ വീടിന്റെ ഡോർ ഒന്ന് നോക്ക് ചെയ്ത് അവർ പറയും നിങ്ങളുടെ ജനൽ ക്ലോസ് ചെയ്യാൻ പറയും. വിൻഡോസ് സെക്യൂരിറ്റിയാണ്, ഗുണകരമായിട്ടുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക.